വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഇറിഗേഷൻ മേജർ വകുപ്പ് വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമത്തിനും ജലസേചനത്തിനുമായി നിർമ്മിക്കുന്ന 4 താൽക്കാലിക മൺചിറകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി മുതൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. കനാറ്റുപാടം, കാരികുളം, തോട്ടുമുഖം, വാസുപുരം എന്നീ സ്ഥലങ്ങളിലെ മൺചിറകളുടെ നിർമ്മാണ ചെലവ്, കരാറുകാരന്റെ വിവരങ്ങൾ, നിർമ്മാണത്തിന്റെ അളവുകൾ തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമാക്കുന്ന സൂചനാ ബോർഡുകൾ ചിറകൾക്കു സമീപം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകുകയായിരുന്നു. ഈ പരാതി പരിഗണിച്ച് ഇറിഗേഷൻ വകുപ്പ് ഇനി മുതൽ എല്ലാ വർഷവും ഈ ചിറകളുടെ സമീപം വിവരങ്ങൾ അടങ്ങിയ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വരും വർഷങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനായി എസ്റ്റിമേറ്റിൽ തുക ഉൾപ്പെടുത്തുമെന്നും ചീഫ് ഡാം പ്രോജക്ട് സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും മറുപടി നൽകി. വർഷാവർഷം ഈ 4 ചിറകൾ നിർമ്മിക്കാനായി 1/2 കോടിയോളം രൂപയാണ് പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നത്. വെറും 3-4 മാസത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ തുക ചെലവഴിക്കുന്നതിന് പകരം 2 കോടി രൂപ ചെലവഴിച്ചാൽ തോട്ടുമുഖത്ത് ശാശ്വതമായ ഒരു ഡാം നിർമ്മിക്കാൻ സാധിക്കുമെന്ന് പരാതിക്കാരനായ KG രവീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടുന്നു. ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അവർ വിസമ്മതിച്ചെങ്കിലും ഞാൻ എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രകാരം ഇത് പൊതുജനങ്ങൾക്ക് അറിയേണ്ടതാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം തൊട്ട് ഈ ചിറയുടെ സമീപം ഇത്തരം ബോർഡ് സ്ഥാപിക്കാം എന്നുള്ള ഒരു ഉത്തരവ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൊതുജനങ്ങൾ അറിയണം. ഓരോ വർഷത്തിലും 1/2 കോടി രൂപയാണ് 4 തടയണങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ സ്ഥിരം ചെക്ക് ഡാം പോലെയുള്ള തടയണകളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.